ക്രിസ്തുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, യേശുവിൻ്റെ കാലത്ത് കുഷ്ഠരോഗം വെറുമൊരു രോഗം മാത്രമായിരുന്നില്ല. സമൂഹത്തിൽ നിന്നും പൂർണ്ണമായും പുറന്തള്ളപ്പെടുന്ന അവസ്ഥ, ഒരു ഡെത്ത് സെൻറ്റൻസ്, ഒരു മരണത്തിന് വിധിക്കുന്നത് പോലെ തന്നെയായിരുന്നു കുഷ്ഠരോഗിയായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ അവസ്ഥയും. അവന് സമൂഹത്തെ അകറ്റി നിർത്തുവാനായിട്ട് അശുദ്ധൻ അശുദ്ധൻ എന്ന് എപ്പോഴും വിളിച്ചു പറയണമായിരുന്നു. അവൻ്റെ മുഖം മറയ്ക്കണമായിരുന്നു. സമൂഹത്തിൽ നിന്ന് അകന്നു കഴിയണമായിരുന്നു. ഇതായിരുന്നു ഒരു കുഷ്ഠരോഗിയുടെ അവസ്ഥ. എന്നാൽ ഇവിടെ സമൂഹത്തിൻ്റെ എല്ലാ പ്രോട്ടോക്കോളും ലംഘിച്ചുകൊണ്ട് യേശുവിനെ സമീപിക്കുന്ന കുഷ്ഠരോഗി യേശുവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട്, കർത്താവെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്തുവാൻ സാധിക്കുമെന്ന വിശ്വാസ പ്രഖ്യാപനം ഇവൻ നടത്തുന്നു. ഇതിനോടുള്ള യേശുവിൻ്റെ പ്രതികരണമാണ് എല്ലാത്തിനും വഴിത്തിരിവ് ഉണ്ടാക്കുന്നത്. യേശു പ്രതികരിച്ചത് കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അവിടുന്ന് അവനെ സുഖപ്പെടുത്തുന്നു. ഇവിടെ കുഷ്ഠരോഗിയെ സ്പർശിക്കുന്നതിലൂടെ ഒരുവൻ അശുദ്ധനായി മാറുമായിരുന്നു സമൂഹത്തിൻ്റെ നിയമമനുസരിച്ച്. എന്നാൽ ഇവിടെ നേരെ വിപരീതമാണ് സംഭവിക്കുന്നത്. ദൈവപുത്രനായ യേശുവിൻ്റെ പരിശുദ്ധി അവനെ പൂർണ്ണനാക്കുന്നു, പൂർണ്ണമായും ശുദ്ധനാക്കുന്നു, രോഗവിമുക്തനാക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിലും പല രീതിയിലുള്ള രോഗാവസ്ഥകളുണ്ട്. കുഷ്ഠരോഗത്തിന് സമാനമായിട്ടുള്ള അശുദ്ധി നമ്മുടെ മനസ്സിലുണ്ട്. എന്നാൽ ഇവിടെ നാം ചിന്തിക്കുന്നത് ഈ അശുദ്ധിയെല്ലാം നീക്കം ചെയ്ത ശേഷമാണ് നാം യേശുവിനെ സമീപിക്കേണ്ടത് എന്നാണ്. എന്നാൽ ഇന്നത്തെ സുവിശേഷം നമ്മോട് പറഞ്ഞു തരുന്നത് യേശുവിനെ ധൈര്യമായിട്ട് സമീപിക്കുക. അവിടെ നിന്നാണ് നമ്മെ തൊടേണ്ടതും സുഖപ്പെടുത്തേണ്ടതും. അതിനാൽ ധൈര്യത്തോടെ യേശുവിനെ സമീപിക്കുക. ഒന്ന് മാത്രം ചെയ്താൽ മതി. നമുക്ക് ഈ കുറവുണ്ട്. സമൂഹത്തിൻ്റെ മുമ്പിൽ ലജ്ജിച്ചു നിൽക്കുമാറാകുവോളം, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള കുഷ്ഠരോഗം അല്ലെങ്കിൽ പാപാവസ്ഥ നമ്മുടെ മനസ്സിലുണ്ട് എന്ന് അംഗീകരിച്ചാൽ മാത്രം മതി. അംഗീകരിച്ചുകൊണ്ട് സുഖപ്പെടുവാനായിട്ടുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവ് നമ്മെ സുഖപ്പെടുത്തുക തന്നെ ചെയ്യും. യേശുവിൻ്റെ കീർത്തി വ്യാപിക്കുകയാണ് ഈ അത്ഭുതത്തിന് ശേഷം. ജനങ്ങൾ തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നു. എന്നാൽ യേശുനാഥൻ ഒരു വിജന സ്ഥലത്തേക്ക് പിന്മാറുന്നു. ദൈവപിതാവുമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രശസ്തിയേക്കാൾ ദൈവപിതാവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനാൽ ഇന്ന് നമുക്ക് നമ്മുടെ മനസ്സിലുള്ള, സമൂഹത്തിൻ്റെ മുമ്പിൽ ലജ്ജിച്ചു നിൽക്കുന്ന രീതിയിലുള്ള ഏത് രീതിയിലുള്ള കുഷ്ഠമാണ് നമ്മുടെ മനസ്സിലുള്ളത്, പാപാവസ്ഥയാണ് നമ്മളുടെ മനസ്സിലുള്ളതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് യേശുവിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ സ്പർശനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.